പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവിടെ നിന്നപ്പോൾ ഒരു വചനം എടുക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? ബൈബിള് തുറന്ന് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അപ്പോൾ ഒരു കിട്ടിയ വചനം കേൾക്കാം കേട്ടോ. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. എന്നിട്ട് പറയാണ്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ്റെ സ്റ്റേജിൽ വന്ന് ബൈബിൾ തുറന്നപ്പോൾ ആദ്യം കിട്ടിയ വചനമാണ്. ആ കർത്താവിൻ്റെ ആത്മാവ് ഒരുപാട് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി തിരുപ്പതിയെക്കുറിച്ച് ഓർക്കും വലിയ സന്തോഷമാണ്. കാരണം കൃത്യം ഈ ലോക്ക്ഡൗണിൻ്റെ നിബന്ധനകൾ ഇന്നലെ എടുത്ത് മാറ്റുമെന്ന് ഒരു വർഷം മുമ്പേ ദർശനത്തിൽ അറിഞ്ഞ് കൺവെൻഷൻ പ്ലാൻ ചെയ്ത് ഇന്ന് കൺവെൻഷൻ ആരംഭിച്ചത് എത്രയോ വലിയൊരു അനുഗ്രഹമാണ്. കൈയടിച്ചതിൻ്റെ കർത്താവിൻ്റെ ഭാഗത്ത്. ഒരു പക്ഷേ ലോക്ക്ഡൗണിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ക്രമീകരണമൊക്കെ ഒന്ന് മാറി, അല്ലാന്നുണ്ടെങ്കിൽ ക്രമീകരിച്ചെല്ലാം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൺവെൻഷൻ ഇതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ് ഇത്രയും ആൾക്കാരൊക്കെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷൻ, ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിലും ഓൺലൈൻ ധ്യാനങ്ങൾ മാത്രമായിരുന്നല്ലോ നാളുകളെല്ലാം. ഓഫ്ലൈനായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ശുശ്രൂഷ 2 വർഷമായിട്ട് ആരും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു വചനം സക്കറിയ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ തിരുവചനം, സക്കറിയ 2:10. അതിനെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. അപ്പൊ അതിന് നമുക്ക് ഏറ്റു പറയാം, സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കും, നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കും. കൂദാശകൾ ഓരോന്നും പരികർമ്മം ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ദൈവം സജീവമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എല്ലാ കൂദാശകളുടെ പരികർമ്മത്തിൻ്റെ സ്വീകരണത്തിൻ്റെ സമയത്തും. അതുപോലെ തന്നെ നമ്മൾ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുകയാണ്. ഡിവോഷൻ ടു ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ചാക്ര ലേഖനത്തിൽ 146 കണ്ണി എന്നൊരു ഓർമ്മ വചനം പഠിപ്പിക്കുകയാണ്. ഈച്ച് വേർഡ്, എല്ലാ വചനവും ദൈവമാണ്. ഈച്ച് വേർഡ് ഈസ് ഗോഡ്. എല്ലാ വചനവും ദൈവമാണ്. വാസ്തവത്തിൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുക. യോഹന്നാൻ 14:23 നിങ്ങൾക്കറിയാം. യോഹന്നാൻ 14:23, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പോൾ കൂദാശകളുടെ കർത്താവ് ഈശോ നമ്മുടെ ഉള്ളിൽ സജീവമായിട്ട് വസിക്കുന്നു. വചനം കേൾക്കുമ്പോൾ വചനം പാലിക്കുമ്പോൾ ഈശോ സജീവമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുപോലെ തന്നെ ദൈവം വസിക്കുന്ന മറ്റൊരു മേഖലയാണ് നമ്മൾ നന്നായിട്ട് ഗാനം ആലപിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടി ഉല്ലസിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. അതാണ് സക്കറിയ 2:10. നമുക്ക് ഈ ഗാനം നമുക്കൊന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാം. ഹല്ലേലൂയ. നമുക്ക് പാട്ട് പഠിപ്പിക്കാനുള്ള സമയം ഇച്ചിരി കുറവായതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച പാട്ടങ്ങ് പാടിയാലോ? എഴുന്നേറ്റ് നിൽക്കാം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് നിങ്ങളോട് ആൾക്കാരോടെല്ലാം പൊതുവെ എനിക്കൊരു ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. ഇടതുകരം കൊണ്ട് ഉയർത്തി പറയാം ഹല്ലേലൂയ. അത് ശരി, മറ്റൊക്കെ താത്താൻ പറഞ്ഞില്ല, എൻ്റെ ഈ മൈക്കായതുകൊണ്ടാണ്. 2 കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി പറയാം ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, ഗാനം ആലപിക്കുമ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഗാനം ആലപിക്കുമ്പോൾ പാടി ഉല്ലസിക്കാനാണ് പറഞ്ഞ നല്ല ഒരു ഉല്ലാസം, നല്ലൊരു സന്തോഷമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടണം. സങ്കീർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ തിരുവചനം, Psalms chapter 4:7. ഓൺലൈനായിട്ട് ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് ആൾക്കാർ ഓൺലൈനായിട്ട് ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. ഒപ്പം നിങ്ങളൊരു കൺവെൻഷൻ ഹാളിലിരുന്ന് ധ്യാനം കൂടുന്നത് പോലെ തന്നെ നിങ്ങൾ കൂടുന്നത് ഞാൻ മനസ്സിൽ കാണുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 4-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. നാളെ ആകുമ്പോഴത്തേക്ക് ഇവിടെ സ്ക്രീൻ സെറ്റ് ചെയ്യാമെന്ന് ജന്യച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ളവർക്ക് സ്ക്രീനിൽ വചനമൊക്കെ വരും. അപ്പം നമുക്ക് ആ വചനമൊക്കെ ഒന്ന് ചേർന്ന് വായിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 4:7 ഇതാണ്: ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. സങ്കീർത്തനം പറയാണ്, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം
അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സങ്കീർത്തനം വലിയ സന്തോഷത്തോടെ സങ്കീർത്തനം പറയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിൻ്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ കൃഷിക്കാരനാണെന്ന് കരുതുക. ഒരു കൃഷിക്കാരനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് കഴിഞ്ഞു, നല്ലൊരു കൊയ്ത്ത് കഴിഞ്ഞ്, അപ്പോൾ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു സന്തോഷം, ഭയങ്കരമെന്നല്ല, നല്ലൊരു ആനന്ദം, സന്തോഷം ഹൃദയത്തിൽ അനുഭവപ്പെടും. ഒരു ബിസിനസ് നടത്തുന്ന ആളാണെന്ന് കരുതുക. ബിസിനസ് നടത്തുന്ന ആളാണെന്നെങ്കിൽ നല്ലൊരു ടേൺ ഓവർ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സിൻ്റെ കാര്യം വിജയിച്ചു, ഒരുപാട് എമൗണ്ട് ഒക്കെ കിട്ടി, നല്ലൊരു സന്തോഷം ഹൃദയത്തിൽ അനുഭവപ്പെടും. ഒരു ജോലിക്കാരനാണെന്ന് കരുതുക, നല്ലൊരു ഇൻക്രിമെൻറ്റ്, ശമ്പളമൊക്കെ ഒന്ന് കൂടിക്കിട്ടി, നല്ലൊരു ലെവലിലെത്തി, വലിയൊരു സന്തോഷം തോന്നും. എന്നാൽ സങ്കീർത്തനം പറയാണ്, അങ്ങനെ ഒരു ഇൻക്രിമെന്റ് കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ, ഒരു ബിസിനസിന്റെ ടേൺ ഓവറിൽ ഉണ്ടാകുന്ന ലാഭം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ, അല്ലെങ്കിൽ ഒരു കൃഷിയുടെ വിളവെടുപ്പിന് ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശരിക്കും പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും നമ്മുടെ സഭയിലാണെങ്കിലും എല്ലാത്തിലും ശരിക്കും പറഞ്ഞ ഒരു ആനന്ദത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ ജീവിതം ശരിക്കും നമ്മൾ നയിക്കണം. ചിലപ്പോൾ ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അതിന് കാരണം വേണമെന്നല്ല, അതായത് സ്വർഗത്തിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ പിന്നെ എങ്ങനെ ഹാപ്പി അല്ലാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയണം, സ്വർഗത്തിൻ്റെ ഒരു ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. സ്വർഗത്തിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയണമെന്നുണ്ടെങ്കിൽ മറ്റു നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നൽകുന്ന സന്തോഷത്തിനപ്പുറത്ത് ഒരു ജീവിതം കാണാൻ വേണ്ടി പഠിക്കണം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം, അതിന് പക്ഷേ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വരാൻ വഴിയില്ല, കാരണം എസ്തേറിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി കിടക്കുന്ന കാരണം. എസ്തേർ 14:18 വചനം ഇതാണ്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന കാലഘട്ടം മുതൽ എനിക്ക് അങ്ങിലല്ലാതെ മറ്റൊന്നിലും ആനന്ദമില്ലായിരുന്നു. എസ്തേർ പറയുന്നൊരു വചനമാണ്. എസ്തേർ പറയണം, അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്ന കാലഘട്ടം മുതൽ എനിക്ക് അങ്ങിലല്ലാതെ വേറെ ഒന്നിലും ആനന്ദം ഇല്ലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം ആ വചനഭാഗങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. എസ്തേർ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും മരിച്ചുപോയ അനാഥ പെൺകുട്ടിയാണ്. ഇവളെ മൊർദെഖായി എടുത്ത് വളർത്തി വലുതാക്കി. എന്നിട്ട് ഇവൾ യൗവനയുക്തിയായി കഴിഞ്ഞപ്പോൾ അഹസ്വേരോസ് രാജാവിന് രാജ്ഞിയെ തിരഞ്ഞെടുക്കേണ്ട സമയമായി. അപ്പോൾ ആ രാജ്യത്ത് കാര്യവൈഭവശേഷി, ബുദ്ധി, ജ്ഞാനം, സൗന്ദര്യമുള്ള പെൺകുട്ടികളെ മുഴുവൻ കൊട്ടാരത്തിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അഹസ്വേരോസ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എസ്തേറിനെയാണ്. അങ്ങനെ എസ്തേറിനെ വിവാഹം കഴിച്ച് രാജ്ഞിയാക്കി. അങ്ങനെ എസ്തേർ മഹാരാജ്ഞിയായിട്ട് കൊട്ടാരത്തിൽ വാണല്ലുക. അപ്പൊ ചവറ്റുകൊട്ടയിലായിരുന്ന അവള് ഇപ്പോൾ കൊട്ടാരത്തിൽ മഹാറാണിയായിട്ട് വാണരുളുകയാണ്. അപ്പോൾ ഇപ്പോൾ അവൾ വിചാരിച്ച എന്ത് വേണമെങ്കിലും നടക്കും. രാജകിങ്കരന്മാരുണ്ട്, അല്ലെങ്കിൽ തോഴിമാരുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ രാജ്ഞി പറഞ്ഞാൽ തീർച്ചയായിട്ടും രാജാവിന് സോഫ്റ്റ് കോർണർ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, ഇവൾക്ക് ആനന്ദിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ എസ്തേർ എന്ന മനോഹരമായ ഒരു വാക്യമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, അവിടുന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന കാലം മുതൽ എനിക്ക് അങ്ങിലല്ലാതെ മറ്റൊന്നിലും ആനന്ദം ഉണ്ടായിരുന്നില്ല. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, വീഞ്ഞിന്റെ സമൃദ്ധിയേക്കാൾ, പണത്തിന്റെ സമൃദ്ധിയേക്കാൾ, ജോലിയുടെ സമൃദ്ധിയേക്കാൾ, സാമ്പത്തിന്റെ സമൃദ്ധിയേക്കാൾ, മറ്റെന്തിനേക്കാളും എനിക്ക് അതൊന്നുമല്ല ആനന്ദം, എനിക്ക് എൻ്റെ കർത്താവാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ ഒരു കാര്യമാണ് മുറുകെ പിടിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിന് 47-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1:47. ലൂക്ക 1:47 നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്. നമുക്ക് ആ വചനം വായിച്ച് കേൾക്കാം. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതുപോലെ ശരിക്കും ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിൽ ആനന്ദിച്ചു കൊണ്ട് പോകുന്നൊരു ജീവിതമാണ്.
പുറമേ നിന്ന് വരുന്നതൊന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ല. പുറമേ നിന്ന് വരുന്നതൊന്നും നമ്മുടെ ആനന്ദ വിഷയമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വരണം എന്ന് പറഞ്ഞാൽ, ഷോർട്ടാക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു തന്നതിലല്ല ആനന്ദിക്കേണ്ടത്, ബാക്കി പറ, യേശുവിലാണ് ആനന്ദിക്കുന്നത്. യേശു തരുന്നതല്ല നമ്മുടെ ആനന്ദ വിഷയം. ഈശോ തരുന്ന ജോലിയല്ല നമ്മുടെ ആനന്ദ വിഷയം. ഈശോ തരുന്ന സമ്പത്തല്ല നമ്മുടെ ആനന്ദ വിഷയം. ഈശോ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതല്ല നമ്മുടെ ആനന്ദ വിഷയം. പിന്നെയോ ഈശോയാണ് നമ്മുടെ ആനന്ദ വിഷയം. അതാണ് അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവ് അങ്ങ് ഇവിടെ എന്നെ കൊണ്ടുവന്ന് എന്നെ മഹാറാണിയാക്കി, രാജ്ഞിയാക്കി, അങ്ങ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നു, എന്നെ എല്ലാ ലെവലിലെത്തി. ഇതൊന്നും എനിക്കൊരു ആനന്ദ വിഷയമല്ല, ഈശോയാണ് എൻ്റെ ആനന്ദ വിഷയം. ഈശോ മാത്രമാണ് എൻ്റെ ആനന്ദത്തിന്റെ വിഷയം. അതാണ് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കും. അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, എൻ്റെ ചിത്തം എപ്പോഴും എൻ്റെ രക്ഷകനായ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബാക്കി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആനന്ദങ്ങളും നൈമിഷികമാണ്. ഇതെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തോ സംഭവിച്ചാൽ, പണ്ടൊരു പാലം കുരുങ്ങിയാലും എന്തോ കണ്ടോ, ഒറ്റ വചനം കാണാതെ അറിയത്തില്ല, ഇത് മുഴുവൻ കാണാം, ഇത് മുഴുവൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. നോക്കിയേ, ഞാൻ ഇത്രയും വചനം പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ ഇങ്ങനെ ബാക്കി പറഞ്ഞു. നിങ്ങളോടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാ പറഞ്ഞാൽ പുറമേ നിന്ന് വരുന്ന ഒന്നും എന്നെ സ്വാധീനിക്കുന്നില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്നാ? നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് പുറമേ നിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുക, അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതല്ല ക്രൈസ്തവ ജീവിതം. ഇതിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആനന്ദത്തിന്റെ ജീവിതം ചെയ്യാൻ പറ്റാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുട്ടികൾ 1-2 പേരുണ്ട്. കുട്ടികളാണെങ്കിൽ തന്നെ ശരിക്കും പരീക്ഷയിൽ ജയിച്ചാലും സന്തോഷം, ജയിച്ചില്ലാലും സന്തോഷം. കാര്യം മനസ്സിലായി? അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെയൊക്കെയുള്ള ചില അടിസ്ഥാന ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി വരണമെന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈശോ നമ്മുടെ ആനന്ദ വിഷയമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമില്ല. ഇനി ഈശോ ആനന്ദ വിഷയമുള്ള മെച്ചം എന്നാണെന്നറിയോ? ബാക്കി എല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. 37-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 4-ാം തിരുവചനം, സങ്കീർത്തനം 37:4, സങ്കീർത്തനം 37:4 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നല്ല വചനമാണ്. ഭാരതീയ ഉയർത്തി എന്ന് പറയാം, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും, സാധിച്ചു തരും. ഇപ്പൊ നമ്മുടെ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആഗ്രഹങ്ങൾ പലതും സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖം. പക്ഷെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് സാധിച്ചു തരും. പറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഈശോയിലേക്ക് അങ്ങോട്ട് ലയിച്ച് ഈശോ ആനന്ദ വിഷയമാകുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് വന്നാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറെ കാര്യത്തിൽ കർത്താവേ എന്തെങ്കിലും കാര്യമുണ്ട് ഇത്ര പറഞ്ഞാൽ മതി, ഒരു കാര്യമായിട്ട് പറഞ്ഞു ദൈവമേ ഷോയെ ഒരു കാര്യമുണ്ട് ഇത്ര പറഞ്ഞാൽ മതി. എന്നാൽ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈശോ ആഗ്രഹിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈശോയിൽ ആനന്ദമാകുന്ന ഒരു ജീവിതത്തിലേക്ക് വരണം. സങ്കീർത്തന പുസ്തകത്തിൽ അതിന് 63-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുവചനം, സങ്കീർത്തനം 63:1 നമുക്ക് വായിക്കാം. ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനം പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ഹൃദയം ഉണങ്ങി വരണ്ട ഭൂമി എന്നതുപോലെ അങ്ങയെ കാണാതെ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. എന്നാൽ ഈശോയിലേക്കുള്ളൊരു ദാഹം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൻ്റെ 27-ാമത്തെ ഖണ്ഡികയിൽ CCC 27 കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥം അതിൻ്റെ 27-ാമത്തെ ഖണ്ഡിക സ്ക്രീനിൽ അത് വന്നിട്ടുണ്ടാവും. അത് അവിടെ നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനത്തിൽ നിങ്ങോട്ട് പറഞ്ഞു തരാം. അതായത് ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം മനുഷ്യ ഹൃദയത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ ഫോണുകളാണെന്നുണ്ടെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ പല ആപ്പുകളും ഇൻബിൽറ്റ് ആയിട്ട് വരും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം ഒരു സാധനം വെച്ചിരിക്കുക. എന്നാന്നറിയാവോ? ഈശോയ്ക്ക് വേണ്ടൊരു ദാഹം, ഈശോയെ സ്നേഹിക്കാൻ ഒരാഗ്രഹം, ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദാഹം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടാണ് സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യന്റെ ഹൃദയത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് കാരണം എന്നാന്നറിയോ? അതിന് എന്തിനു പറയാൻ കാരണം, മനുഷ്യൻ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയിട്ടും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്താൽ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യൻ. എന്നിട്ട് പറയാണ്, തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. സദാസമയവും ഈശോ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, അല്ലെ പിതാവെന്ന് പറയുന്നത് തന്നിലേക്ക് ഈശോയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CCC പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മനുഷ്യൻ എന്തൊക്കെ പരിപാടിക്ക് പോയാലും ശരി, അവസാനം ഈശോയിൽ എത്തുമ്പോൾ മാത്രമേ അവന് മനസമാധാനവും അവന് സന്തോഷവും അവന് സ്വസ്ഥതയും ലഭിക്കുകയുള്ളൂ എന്ന് CCC പഠിപ്പിക്കുകയാണ്. പറക്കെ പറയാം ഹല്ലേലൂയ. ഇത് വളരെ ശരിയാണ് കേട്ടോ. മനുഷ്യനെ ദൈവം തന്നിലേക്ക് എപ്പോഴും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയറോ? ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്താവോ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഞാൻ പൊതുവെ ഇച്ചിരി സ്പീഡ് കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് ഞാൻ ഓർക്കാണ്, ഈ മനുഷ്യനെ നമ്മൾ ഓരോരുത്തരും ഈശോയിലേക്ക് കൊണ്ടുവരാനുള്ള ഈശോയുടെ ഒരു പരിശ്രമം ഞാൻ ഓർക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ്. ഏകദേശം ഈ കോട്ടയൊക്കെ ഭാഗത്താണ്. അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹത്തിന് അന്ന് 130 കേസുകളുണ്ട്. 130 കേസുകൾ. ഈ 130 കേസുകളിൽ ഇദ്ദേഹം പുറത്തിറങ്ങി. കുറച്ച് കാലത്ത് ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി. ബിജു എന്നാണ് പേര്. പലതരത്തിലുള്ള ഇച്ചിരി വാടക ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ടൈപ്പാണ്. അങ്ങനെ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ മനുഷ്യൻ പിന്നെ കുറച്ച് കാലത്ത് ജയിൽവാസനൊക്കെ ശേഷം അദ്ദേഹം കോട്ടയത്ത് വന്നു. അപ്പോൾ വീട്ടുകാരൊന്നും പുള്ളിനെ അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പോൾ പുള്ളി പഴയ ഒരു മൊബൈൽ സംഘടിപ്പിച്ച് അതിനകത്തുനിന്ന് കുറേ നാളായിട്ടും ജീവിക്കാൻ ഒരു നിർവാഹമില്ല, പൈസ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി പഴയ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് പറഞ്ഞു, ആരെ വല്ലതും വെട്ടാനോ കുത്താനൊക്കെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരെങ്കിലും വല്ല വെട്ടാനോ കുത്താനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞു, വെട്ടാനില്ല, ഒരാളുടെ കാലൊന്ന് തല്ലി ഒടിച്ച് വിട്ടാവുന്നത്. അപ്പോൾ ചോദിച്ചു, എത്ര കാശ് വേണമെന്ന് പറഞ്ഞു. ചോദിച്ചാൽ പറഞ്ഞു, 5000 രൂപ തന്നു. 5000 രൂപ തന്നു കഴിഞ്ഞാൽ ഒരാളുടെ കാല് തല്ലി ഓടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം വന്നു വെച്ചത് പാലാ ഭാഗത്തേക്ക് വരികയാണ്. പാലാ ഭാഗത്തേക്ക് ഈ കസ്റ്റമറും ഈ മറ്റേ പുള്ളിയുടെ ഇങ്ങോട്ട് ബിജുവും കൂടെ വരികയാണ്. അങ്ങനെ ബിജുവും കൂടെ വന്ന് ഒരു വണ്ടിയെ വന്നിരിക്കുകയാണ്. പറഞ്ഞു 4 മണിയാകുമ്പോഴത്തേക്കും പാലാ സ്റ്റാൻഡിൽ ഈ പറയുന്ന പ്രസ്തുത ആരുടെ കാലമാണ് തല്ലി ഓടിക്കേണ്ടത് ആ വ്യക്തി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. കാണിച്ചു തന്നു വെച്ചാൽ നിനക്ക് അവൻ്റെ കാല് ഒരു വടിവാള് പോലത്തെ സാധനമൊക്കെ ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ സാധനമുണ്ട്. പറഞ്ഞ് കാല് തല്ലി ഓടിച്ചതിന് ശേഷം നിനക്ക് വണ്ടിയെ കയറിയാൽ ഞാൻ നിന്നെ കയറ്റിക്കൊണ്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നീ നിൻ്റെ തടി എടുത്തോണം, ഞാൻ എൻ്റെ തടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ 4 മണി നോക്കിയിരുന്ന് എന്നിട്ട് ഈ മനുഷ്യനെ കാണുന്നില്ല. ആരുടെ കാലമാണ് തല്ലി ഓടിക്കേണ്ടത് കാണുന്നില്ല. 4:30 ആയിട്ടും ഈ കക്ഷി പാർട്ടി വരുന്നില്ല. ഒരു 4:45 ഈ ബിജു പറഞ്ഞ്, ഇനി അവൻ വന്നില്ലെങ്കിൽ നിന്റെ കാല് തല്ലി അടിക്കുന്നു. ഇനി എനിക്കിനി ആരുടെയെങ്കിലും കാല് തല്ലി ഒടിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനത്തെ ഒരു മെൻ്റൽ സെറ്റപ്പുള്ള ആൾക്കാരുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. ഏതാണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 മണി ആയിട്ടും ഈ ആൾ വരുന്നില്ല. ഇപ്പോൾ ഭയങ്കര റൈസാകുന്ന പറയും. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇവനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളി മെയിൻ ആൾ ഇവനെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ ബാറ് കയറി. അങ്ങനെ ബാറൊക്കെ ഇവരെ നന്നായിട്ട് കുടിപ്പിച്ചു. അങ്ങനെ നന്നായിട്ട് കുടിപ്പിച്ച് ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കസ്റ്റമർ നേരെ വിട്ടുപോയി. ഇവൻ അവിടുന്ന് നല്ല ഫിറ്റായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പതുക്കെ പുറത്തിറങ്ങി.
അവൻ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റോ പോയി എന്ന് മനസ്സിലായി. ഒരു ലക്കൻ്റെ നിൽക്കുക. അവൻ തപ്പി പിടിച്ച് നേരെ പാലാ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നു. അങ്ങനെ പാലാ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്ന് ഇനിയിപ്പോൾ അവന് കോട്ടയത്തേക്ക് പോകണം. അവൻ അങ്ങനെ അവിടെ കയറി നിൽക്കുക. അങ്ങനെ ആ സഹോദരങ്ങളെ ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു 8:45, 9:30 ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു വണ്ടി വരുന്നുണ്ട്. കോട്ടയം എന്ന് ബോർഡ് കണ്ടു. ആൾക്കാരെല്ലാം കൂടി അതിൽ ഇടിച്ച് കയറുകയാണ്. അപ്പോൾ ഇവനെ നേരെ ആ വണ്ടിയിൽ ഇടിച്ച് കയറി. അവൻ ഇടിച്ച് കയറി നല്ല ഫിറ്റായിട്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് അതിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന വരെ പുള്ളി അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ബോധം കിട്ടുപോയി. കാരണം അത്ര ഫിറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ വണ്ടി കണ്ടക്ടർ വരുന്ന ടിക്കറ്റ് ഓടിക്കുന്ന ഈ സംഭവങ്ങളൊന്നും ഈ ബിജു ഓർക്കുന്നില്ല. പെട്ടെന്ന് പുള്ളി കണ്ണ് തുറക്കുന്ന സമയത്ത് കോട്ടയം എത്തി ആൾക്കാരെല്ലാം ഇറങ്ങുന്നുണ്ട്. ഉടനെ പുള്ളി വേഗം സ്ഥലം എത്തിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞിട്ട് പുള്ളി വേഗം താഴേക്ക് ഇറങ്ങി. അങ്ങനെ താഴെ ഇറങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോട്ടയത്തല്ല. പുള്ളി എവിടെയെന്നറിയാൻ ഇറങ്ങിയത് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഏതപ്പ കോതമംഗലം കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ പുള്ളി പെട്ടെന്ന് ഇതേതാ സ്ഥലമെന്ന് ചോദിച്ചു. ആ സ്ഥലമെന്ന് ചോദിച്ചപ്പോൾ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രമെന്ന് പറഞ്ഞു. എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബസ് വന്നു കഴിഞ്ഞ സമയത്ത് പുള്ളി ഒരു ഇട്ട മാത്രമേ കണ്ടുള്ളൂ. ആനകെട്ടി എന്നാണ് അട്ടപ്പാടിക്ക് പോകുന്നതിൻ്റെ ബോർഡ്. അട്ടപ്പാടിക്കുള്ള ബസ്സിൻ്റെ ഒരു ബോർഡ് ആനകെട്ടി എന്നാണ്. പുള്ളി ഇട്ട മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോട്ടയാന്ന് വിചാരിച്ച് തള്ളി കയറിയതാണ് വണ്ടിയിൽ. എന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ പുള്ളി കണ്ടക്ടറെ ടിക്കറ്റ് എടുക്കാൻ ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുള്ളി ഓർക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ കയറാനും ഇറങ്ങാനും എന്തുമാത്രം സമയമെടുക്കും. പുള്ളി അത് അറിഞ്ഞില്ല. പാലക്കാട് ഇതൊന്നും അറിയുന്നില്ല. മൂവാറ്റുപുഴ ഇവിടെ നിന്ന് കടന്നു പോകുന്ന പുള്ളി അറിയുന്നില്ല. കൃത്യം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോയി വണ്ടി നിർത്തുമ്പോൾ പുള്ളി ഉറക്കം തെളിയാണ് എൻ്റെ സഹോദരങ്ങളെ. അന്നേരം ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്ന സംബന്ധിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാർ വണ്ടിയിൽ കയറി വരുന്നതാണ്. അങ്ങനെ ആ കൂട്ടത്തിലാണ്. പറഞ്ഞ പുള്ളി ഇവിടെ ഇറങ്ങിയാണെന്ന് ചോദിച്ചു. ഇവിടെ ശാപ്പാട് കിട്ടുമെന്ന് ചോദിച്ചു. ഇറങ്ങിയ ആൾക്കാർ ചോദിക്കുകയാണ്, ആ ശാപ്പാട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും പ്രിയപ്പെട്ട സഹോദരൻ ഏതായാലും ചെന്നാൽ പിന്നെ ഒരാഴ്ച ഇവിടെ കൂടാം എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി നേരെ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കയറി വന്നു. അങ്ങനെ ധ്യാനകേന്ദ്രത്തിലേക്ക് കയറി വന്ന് അവിടെ സീറ്റ് ചോദിച്ചു. സാധാരണ ധ്യാനത്തിന് അങ്ങനെ ബുക്കിംഗ് ഇല്ലാതെ സീറ്റ് കിട്ടിയാൽ. അപ്പോൾ ശുശ്രൂഷകർ പറഞ്ഞ് ബുക്കിംഗ് ഇല്ലാതെ സീറ്റില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സീറ്റ് വേണമെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര ബഹളം. അങ്ങനെ അതിൽ എൻ്റെ പ്രിയപ്പെട്ട സംഘം ഡയറക്ടർ അച്ഛനെത്തി വന്നു. അങ്ങനെ ആൻ്റണി അച്ഛൻ അവിടെയുണ്ട്. അങ്ങനെ അതിൽ ആൻ്റണി അച്ഛൻ്റെ ഇത് കഴിഞ്ഞ് ആൻ്റണി അച്ഛൻ പറഞ്ഞു, അയ്യോ അങ്ങനെ സീറ്റ് സാധാരണ ബുക്കിംഗ് ഇല്ലാതെ പറ്റി. അപ്പോൾ നല്ല തിരക്കുള്ള സമയം പറഞ്ഞാൽ പുള്ളി ഈ കൈയെല്ലാം ഇങ്ങനെ തെറുത്ത് കയറ്റി വെച്ചത് കാണിയും കഴിച്ചു. എന്ന് പറഞ്ഞാൽ കയ്യിൽ മുഴുവൻ വെട്ടും കുത്തും പാടുവാണ്. അച്ഛനെ എതിർന്നെല്ലാം കണ്ടുകൊണ്ട് വേഗം സീറ്റ് കൊടുത്തു. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുള്ളി ധ്യാനം ഒരാഴ്ച കൂടി പുള്ളി മാനസാന്തരപ്പെട്ട് ഉത്തമ കത്തോലിക്ക ജീവിതം ഇന്ന് ഈ കോട്ടയം ഭാഗത്ത് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മറക്കെ പറയാം ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് എന്നെ പലപ്പോഴൊക്കെ ഫോൺ വിളിക്കും. ഞാൻ അവിടെ ധ്യാനത്തിന് പോകാൻ ഇവിടെ ധ്യാനത്തിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഫോൺ വിളിക്കും. എന്നെ പ്രിയപ്പെട്ട ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മനുഷ്യനെ നേടാൻ വേണ്ടി ദൈവം എടുത്തൊരു സ്റ്റെപ്പൊന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലേ. ഇവനൊരേ വെട്ടാൻ പോയി എന്നുള്ളത്, അതിനെ അടിക്കാൻ പോയി എന്നുള്ളത് തെറ്റ്, സമ്മതിച്ചു. ഇവൻ മദ്യപിച്ചു എന്നുള്ളത് രണ്ടാമത്തെ തെറ്റ്, സമ്മതിച്ചു. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഫിറ്റായി ഇവനെ വണ്ടിയെ കയറ്റി, അത് വണ്ടി തെറ്റിച്ച് വണ്ടിയെ കയറ്റി അവിടെ വെച്ച് ഉറക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവാറ്റുപുഴ എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തൊടുപുഴ ആ ഭാഗത്തേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കണ്ടക്ടർ തീർച്ചയായിട്ടും ഇറക്കി വിടും അവന്. അത് സംഭവിക്കാൻ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇവനെ ഉറക്കം തെളിയിച്ച് അവനെ അവിടെ ഇറക്കി ധ്യാനം കൂടിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവപിതാവിന്റെ കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ച് ഇനി മുമ്പേ വായിച്ചയുടെ CCC ഒന്ന് മനസ്സിലാക്കുക. അതായത് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിച്ചിട്ടില്ല. അവൻ പറയാണ്, എൻ്റെ ജീവിതം എന്തൊരു സമാധാന സ്വസ്ഥതയായി. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുള്ളൂ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചിന്ത വരാം, അച്ഛാ അങ്ങനെ ദൈവം ആകർഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛാ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മനസ്സ് വിചാരിക്കുന്ന ആൾക്കാർ എന്തു ചെയ്താൽ പ്രാർത്ഥന. ഇപ്പൊ ഈ ധ്യാനത്തിന് തന്നെ നിങ്ങൾ അവരെ വിളിച്ചു കാണും ഇല്ലേ, വിട്ടുന്നില്ലല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ധ്യാനത്തിന് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വരാത്തത്, എന്തുകൊണ്ടാണ് ദേവാലയ കർമ്മങ്ങൾക്ക് പോകാത്തത്? ഞാൻ എത്രയോ തവണ പ്രാർത്ഥിച്ചു, എത്രയോ തവണ പറഞ്ഞു. അപ്പൊ CCC ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യനെ ആകർഷിക്കാൻ ദൈവം വിരമിച്ചിട്ടില്ല, പിന്നെ ഇത്രയൊക്കെ ദൈവം ആകർഷിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ്? പിതാവ് പറഞ്ഞതുപോലെ കൂട്ടായ്മയുള്ള സ്നേഹത്തിന്റെ അല്ല ഐക്യത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബം എന്തുകൊണ്ട് മാറുന്നില്ല എന്നൊരു ചോദ്യം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വരാം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുത്തരവും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ CCC ഒക്കെ നമ്മൾ ബൈബിൾ നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ സഭയുടെ പ്രബോധനങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഭയുടെ ഓരോ പ്രബോധനമെന്ന് പറയുന്നത് വചനം ധ്യാനിച്ചെഴുതിയിരിക്കുന്നതാണ്. സഭയുടെ എല്ലാ പ്രബോധനവും വചനം ധ്യാനിച്ചെഴുതിയിരിക്കുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിന് 29-ാമത്തെ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പക്ഷേ വെച്ചിട്ട് പറയാം, മനുഷ്യന് ദൈവവുമായിട്ട് സുദൃഢവും സജീവവുമായ ഈ ബന്ധം വിസ്മരിക്കപ്പെടാം, അവഗണിക്കപ്പെടാം, പ്രകടമായി നിഷേധിക്കപ്പെടുകയും ചെയ്യാം. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്നിട്ട് സഭ 7 കാരണങ്ങൾ പറഞ്ഞിരിക്കുക. 7 കാരണങ്ങൾ സഭ പറഞ്ഞിരിക്കുക. അപ്പോൾ ദൈവം മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച് ദൈവം എപ്പോഴും അവനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ബന്ധം ചില കാരണങ്ങൾ കൊണ്ട് തകർന്നും തടസ്സപ്പെടുത്തും പോകാം. അപ്പോൾ ആ കാരണങ്ങൾ ഏതാണെന്ന് സഭ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എന്തൊക്കെയാണെന്നറിയാമോ? ഈ പ്രവണതകൾക്ക് വിഭിന്നങ്ങളായ കാരണങ്ങൾ ഉണ്ടാകാം. 1, ലോകത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം. 2, മതപരമായ അജ്ഞതയോ താല്പര്യമില്ലായ്മയോ. 3, ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ. 4, സമ്പത്ത്. 5, വിശ്വാസികളുടെ ദുർമാതൃക മൂലമുണ്ടാകുന്ന ഉതപ്പ്. 5, മതവിരുദ്ധ ചിന്താഗതികൾ. ഞാൻ എത്ര പറഞ്ഞു? 4, 5 അല്ലേ? ഓക്കെ, 6 പറഞ്ഞപ്പോൾ. 7, അവസാനമായി ഭയം നിമിത്തം ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കാനുള്ള പാപിയായ മനുഷ്യന്റെ പ്രവണത. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ദൈവം നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയിലേക്ക് വരാൻ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം വിരമിക്കുന്നില്ല. പക്ഷേ 7 കാരണങ്ങൾ ഈ ദൈവത്തിലേക്ക് ദൈവം നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ 7 കാരണങ്ങൾ ഈശോയിലേക്ക് വരാൻ നമ്മളെ തടസ്സപ്പെടുത്താം എന്ന് സഭ പഠിപ്പിക്കുക. അതിൽ 1-ാമത്തെ കാര്യമാണ് ലോകത്തിന്റെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ലോകത്തിന്റെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടായി കോവിഡ് അല്ലേ? അനേക യുവജനങ്ങൾ അല്ലെ പല ആൾക്കാരോട് സംസാരിക്കാൻ പറയാം, ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ വെള്ളപ്പൊക്കം വരുന്നത്? ഞാൻ ഓർക്കാണ് ഒരു വ്യക്തിയെ കഴിഞ്ഞ കുറച്ച് നാൾക്ക് പരിചയപ്പെട്ട വ്യക്തിയെ ഓർക്കാം. ജീവിത പങ്കാളി മരിച്ചു, പിന്നെ അന്നേ വരെ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഞാൻ നേർച്ച കാഴ്ചകൾ നടത്തി, എത്രയോ തീർത്ഥാടനങ്ങൾ നടത്തി, എന്നിട്ട് എൻ്റെ ജീവിത പങ്കാളി ദൈവം കൊണ്ടുപോയില്ലേ, പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോ ദൈവം മനുഷ്യനെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ദൈവത്തിലേക്ക് നമ്മൾ വരാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലോകത്തിൽ നടക്കുന്ന തിന്മകൾ കാണുമ്പോൾ ലോകത്തിന്റെ തിന്മകൾക്കെതിരെ മനുഷ്യനെതിരെ ഒരു പ്രതിഷേധം വരിക. പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം, പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്താ നടന്നത്? ഞാൻ ഓർക്കണം, അനേകം ചെറുപ്പക്കാർ ചിലപ്പോൾ പറയുന്ന കാര്യമുണ്ട്, അമ്മച്ചിയുടെ ഈ ഒരു പ്രാർത്ഥനയുണ്ട് എന്നാ മെച്ചം ഉണ്ടായത്, എന്ത് കാര്യം ഉണ്ടായത്, നമുക്കതിനകത്ത് എന്തെങ്കിലും സംഗതി ഉണ്ടായിട്ടുണ്ടോ അല്ലേ? നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കൃത്യം കാര്യമാണ് ഹൃദയത്തിൽ കൊള്ളുന്നത് എന്ന് കൃത്യം. അത് നമുക്ക് ഈ ആൾക്കാരുടെ ഈ മൗനം കാണുമ്പോൾ കൃത്യം അറിയാം പോകുമ്പോൾ അല്ലേ? ആർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്താണെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിന് ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഈ തിന്മകളിൽ ലോകത്തിന്റെ തകർച്ചകൾ കാണുമ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യം നമ്മൾ ഗ്രഹിച്ചത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1, പാപത്തിന്റെ തകർച്ച മനസ്സിലാക്കണം. 2, നീതിമാന്റെ സഹനവും ശുദ്ധീകരണവും മനസ്സിലാക്കണം. ഇത് 2 മനസ്സിലാക്കിയാലാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന തിന്മകൾക്കുള്ള ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. 2 കാര്യം ഗ്രഹിച്ചാൽ ഇതിന് ഉത്തരവുള്ളൂ. 1-ാമത്തേതെന്ന് പറയുന്നത് പാപത്തിന്റെ തകർച്ച മനസ്സിലാക്കണം.
രണ്ടാമത്തേന്ന് പറയുന്നത് നീതിമാന്റെ സഹനവും ശുദ്ധീകരണവും നമ്മൾ പഠിക്കണം. എന്നാണ് പാപത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്? എൻ്റെ സഹോദരങ്ങളെ, പാപം തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരും. ദൈവം ശിക്ഷിക്കുന്നില്ല, പക്ഷേ പാപം മനുഷ്യ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരും. ഞാൻ ഓർക്കാണ്, പണ്ട് ഞങ്ങളൊരു അഭിമന്യ പിതാവ് പാലക്കാട് രൂപതയിൽ ധ്യാനം നടത്തിയപ്പോൾ ആ പിതാവ് പറഞ്ഞ ഒരു 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 സെൻറ്റൻസ് ഞാൻ ഓർക്കുന്നുണ്ട്. അതിതാണ്: ഉപ്പിൻ്റെ ഉള്ളിൽ ദാഹം എന്നതുപോലെ, ആസിഡിൻ്റെ ഉള്ളിൽ പൊള്ളൽ എന്നതുപോലെ, ഫുരുഡാൻ എന്ന് പറയുന്ന വിഷത്തിൻ്റെ ഉള്ളിൽ മരണം എന്നതുപോലെ പാപത്തിൻ്റെ ഉള്ളിൽ തകർച്ച പതിയിരിക്കും. ഉപ്പ് തിന്നവൻ ഇനിയിപ്പോൾ കണക്കത് അല്ല, ഇനി പഴഞ്ചൊല്ലി നിങ്ങൾ മറുപടി പറയാനെന്ന് എനിക്കറിയാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ആസിഡ് കുടിച്ചവൻ കൊള്ളും, ഫുരുഡാൻ അടിച്ചവൻ, വിഷം അടിച്ചവൻ മരിക്കും. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ഉപ്പിന്റെ ഉള്ളിൽ ദാഹം എന്നതുപോലെ, ആസിഡിന്റെ ഉള്ളിൽ പൊള്ളൽ എന്നതുപോലെ, വിഷത്തിന്റെ ഉള്ളിൽ മരണം എന്നതുപോലെ പാപത്തിന്റെ ഉള്ളിൽ തകർച്ച പതിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉപ്പ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ദാഹം ഇരിക്കുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. ഉപ്പ് എടുത്ത് നോക്കിയാൽ ദാഹം കാണാൻ പറ്റിയാൽ കഴിച്ചാൽ അറിയാം ദാഹം എന്നാണ്. ആസിഡ് കാണുമ്പോൾ പൊള്ളൽ കാണാൻ പറ്റിയാണ്, എന്നാൽ ആനാമ്പള്ള പോലെ ഇരിക്കുന്നു ആസിഡ്. കുടിച്ചാലേ പൊള്ളൽ എന്നാന്ന് അറിയാൻ പറ്റുള്ളൂ. വിഷത്തിൽ മരണം ഇരിക്കുന്നത് കാണാൻ പറ്റിയാൽ കഴിച്ചാലേ മരണം അറിയാൻ പറ്റുള്ളൂ. എന്ന് പറയുന്നത് പോലെയാണ് പാപത്തിന്റെ ഉള്ളിൽ തകർച്ചയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുമ്പോൾ ഒരിക്കലും തകർച്ച കാണാൻ പറ്റുകയില്ല, പാപം ചെയ്താൽ തകർച്ച അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഏത് പാപത്തിന് അതിന് തകർച്ചയുണ്ട്? അവർക്ക് പറയാം ഹല്ലേലൂയ. യോദ്യത്തിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17, 18 തിരുവചനങ്ങൾ. യോദ്യത്തിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17, 18 തിരുവചനങ്ങൾ വചനം വെളിപ്പെടുത്തുകയാണ്: തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായി, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടായി, കൃഷിയിൽ അഭിവൃദ്ധി ഉണ്ടായി, എല്ലാത്തിലും അഭിവൃദ്ധി ഉണ്ടായി. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവർ അനേകം യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടു. വിദേശങ്ങളിലേക്ക് അവർക്ക് അടിമകളായി പോകേണ്ടി വന്നു എന്ന് വചനം വെളിപ്പെടുത്തുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പാപം മനുഷ്യ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരാം. പാപം അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലേ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം സംഭവിക്കാം. എന്നാൽ അതേ സമയം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുഭവിക്കുന്ന ചില സഹനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും വേർതിരിക്കാൻ മനസ്സിലാക്കണം. ഏതാണ്? തകർച്ചയും സഹനവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. തകർച്ച എന്ന് പറയുന്നതിന് ഒരു കോസ് ഉണ്ട്, സഹനം എന്ന് പറയുന്നതിന് ഒരു കോസ് ഇല്ല. ഇപ്പൊ അൽഫോൻസാമ്മയ്ക്ക് രോഗം വന്നു, എന്തെങ്കിലും കോസ് ഉണ്ടോ? അല്ലേ? ഇപ്പൊ സഹനവും തകർച്ചയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പോൾ 6-ാമൻ മാർപ്പാപ്പ 1967 എഴുതിയ ഒരു ഡോക്യുമെന്റ്, പേര് ഞങ്ങൾക്ക് ഓർക്കുന്നത്, ആ ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരു ആത്മാവിന്റെ ശുദ്ധീകരണം നടത്താൻ ദൈവം പല സമയത്ത് ഇടപെടും. എന്നിട്ട് പറയാണ്, പിതാവായ ദൈവം സൃഷ്ടിക്കുന്നവനും പുത്രൻ തമ്പുരാൻ രക്ഷിക്കുന്നവനുമാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഓരോ ആത്മാവിനെയും ഈ ലോകത്തിൽ വെച്ച് ശുദ്ധീകരിക്കുന്നത്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ശുദ്ധീകരണത്തിന് സാധ്യതയിരിക്കെ ആ ശുദ്ധീകരണം സ്വീകരിക്കാതെ എന്തിനാണ് വെറുതെ ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിലേക്ക് പോകുന്നതെന്നാണ് മാർപ്പാപ്പ ചോദിക്കുന്നത്. ഈ ലോകത്തിൽ വെച്ച് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ദൈവം അനുവദിക്കാം. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് നമ്മുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമ്മുടെ സഹനം, ഇവ വഴിയെല്ലാം ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. അപ്പൊ അനുഗ്രഹീതമായ ജീവിതം എന്നത് ആരോഗ്യത്തോടെയും രോഗമില്ലാതെയും കഷ്ടതയും ഇല്ലാതെ ഒരു ജീവിതമായി മാത്രം മനസ്സിലാക്കുന്നവരുണ്ട്. അങ്ങനെയല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ, സഹനം എന്നിവയിലൂടെ പരിശുദ്ധാത്മാവ് ഒരാത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഒച്ചത്തിൽ പറയാം ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാൻ പറ്റാത്ത രണ്ടാമത്തെ കാരണം സഭ പഠിപ്പിക്കുന്നത് മതപരമായ അജ്ഞത അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ. മതപരമായ അജ്ഞത. ഇപ്പൊ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ 10 പേര് പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന സ്ഥിതിയിലേക്കായി മാറിക്കൊണ്ടിരിക്കുക.
അതുകൊണ്ട് വലിയൊരു അപകടമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് ഒരേ നുണ തന്നെ പറഞ്ഞാൽ അത് പിന്നെ ഒരു സത്യം എന്ന രീതിയിൽ അങ്ങോട്ട് പ്രഘോഷിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ് മതപരമായ അജ്ഞത. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ വചനം പഠിപ്പിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റു പറ്റിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീഡിയ വഴിയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ സഭ പഠിപ്പിക്കുകയാണ്, മനുഷ്യനെ ദൈവം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരുപാട് സംഗതികൾ കിടക്കുന്നത് കൊണ്ട് പിന്നെ ദൈവത്തിലേക്ക് പറയുന്ന തടസ്സമായിട്ട് മാറ്റപ്പെടുക. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുക, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ നമ്മൾ വചനം അറിയാതെ വരുമ്പോൾ, സഭയുടെ പ്രബോധനങ്ങളെല്ലാം അറിയാതെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിലേക്ക് അടുക്കാനൊരു തടസ്സമായിട്ട് സഭ അതിനെ ചൂണ്ടിക്കാണിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു കാരണം നമ്മൾ ഒരു കൺവെൻഷൻ്റെ ഒരു ആദ്യ പ്രഭാഷണം എന്ന നിലയിൽ ഞാൻ ഒരു ആമുഖമായിട്ട് സൂചിപ്പിക്കാം. മൂന്നാമത്തെ കാരണം സഭ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളാണ്. മനുഷ്യനെ ദൈവം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് ചേരാൻ പറ്റാത്തതിന് ഒരു കാരണം വ്യഗ്രത. ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിന് 34-ാമത്തെ തിരുവചനം. ലൂക്ക 21:34 നല്ലൊരു വചനമാണ്, അത് വായിക്കാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ പറയാ: സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിലൂടെ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും, പിന്നെ കർത്താവിന്റെ 2-ാമത്തെ ആഗമനത്തെ കുറിച്ചൊക്കെ പറയുന്ന കോണ്ടെക്സ്റ്റിലാണ് ആ വചനം പറയുന്നത്. ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ ഉള്ളിൽ വിന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. 3 കാര്യങ്ങളാ: സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിച്ചു നോക്കട്ടെ, ഇതിനകത്ത് ഗൗരവമുള്ളത് പാപം ഏതാ? സുഖലോലപതയാണ് കൂടുതൽ ഗൗരവമുള്ള പാപം, മദ്യാസക്തിയാണ് ഗൗരവമുള്ള പാപം, ജീവിത വ്യഗ്രതയാണ് കൂടുതൽ ഗൗരവമുള്ള പാപം. എന്തോ എൻ്റെ ചോദ്യം, മദ്യാസക്തിയാണ് കൂടുതൽ ഗൗരവമുള്ള പാപം, സുഖലോലപതയാണ് ഗൗരവമുള്ള പാപം, ജീവിത വ്യഗ്രതയാണ് കൂടുതൽ ഗൗരവമുള്ള പാപം? ചേച്ചിമാരെന്തായാലും മദ്യാസക്തി എന്ന് പറയുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, സുഖലോലപത പോലെ മദ്യാസക്തി പോലെ ഗൗരവമുള്ള പാപമാണ് ജീവിത വ്യഗ്രത. അലക്കൊഴിഞ്ഞിട്ട് മിണ്ടണ്ട. കണ്ടോ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും 100 കാര്യങ്ങളുടെ വ്യഗ്രതയാ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും 100 കാര്യം ആലോചന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം ഓർത്തു, അയ്യോ ദൈവം ഓർമ്മിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞ് കുറിച്ചെഴുതിച്ചൊരു പ്രൈസിലോടും കൂടെ പറ. ബെസ്റ്റ്. ഹല്ലേലൂയ. ഈ ജോൺ ക്ലിമാക്കോസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട്, മരുഭൂമി ഡെസേർട്ട് ഫാദർ ജോൺ ക്ലിമാക്കോസ്. ജോൺ ക്ലിമാക്കോസ് പറയുന്നത് എന്നാണെന്നറിയോ? പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത്, അത് അന്നത്തെ ടേമാണ്, പഴയലാണ്, വ്യഗ്രതയുടെ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി വന്നിട്ട് മറന്നു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് തന്ന് പള്ളിക്കകത്തുനിന്ന് കഴുത്തിൽ കയറിട്ട് പുറത്തോട്ട് വലിച്ചോണ്ട് പോകും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ ഫൗസ്തീന പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് സാധിച്ചിട്ടില്ല. ഇനി സാധിച്ചെങ്കിൽ തന്നെ ജോലി സംബന്ധിച്ചുള്ള പലവിചാരം മൂലം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. വിശുദ്ധ ഫൗസ്തീന പറയാം, എന്താ പറയുന്നത്? പ്രാർത്ഥനയ്ക്കായിരിക്കാൻ സമയം കാത്തുപാലിക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരാൾ ഒരു 10 ലക്ഷം രൂപ തന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരൻ, നമ്മളത് കൊണ്ടുപോകുന്ന എങ്ങനെയാണ്? കാത്തുപാലിച്ചോണ്ട് കൊണ്ടുപോകുന്നത്. അത് വണ്ടിയെ പോകുമ്പോഴും ആരെങ്കിലും അടിച്ചോണ്ട് പോകാതെയൊക്കെ ശ്രദ്ധിച്ചോണ്ട് പോകും എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കാത്തുപാലിക്കേണ്ട ഒരു സംഗതിയാണ് പ്രാർത്ഥനാ സമയം, വചനം വായിക്കാനുള്ള സമയം, കുടുംബ പ്രാർത്ഥന സമയം. ഇത് കാത്തുപാലിക്കണം.
അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ദൈവം നമ്മളെ ആകർഷിക്കുന്നുണ്ട്. തടസ്സപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വ്യഗ്രതയാണ്. എന്നെ പ്രിയപ്പെട്ട സഹോദരൻ, നാലാമത്തെ കാര്യം, അതായത് ദൈവത്തിലേക്ക് മനുഷ്യൻ വരുന്നതിന് തടസ്സമായിട്ട് കിടക്കുന്ന നാലാമത്തെ കാര്യത്തെ സഭ വിശേഷിപ്പിക്കുന്ന സമ്പത്താണ് സഹോദരങ്ങളെ, സമ്പത്ത്. എന്നാൽ 100 കണക്കിന് വചനങ്ങളുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമാണ് മനുഷ്യന് സമ്പത്ത് തരുന്നത് എന്ന് 100 കണക്കിന് വചനം കിടക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ സമ്പത്ത് തന്നെ ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായിട്ട് തീരുമെന്ന് സഭ പഠിപ്പിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ തിരുവചനം, നിയമാവർത്തനം 28-47 വചനം പഠിപ്പിക്കുക. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായി, എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നു. പക്ഷേ അപ്പം എന്ത് സംഭവിച്ചു? പ്രാർത്ഥിക്കാൻ സമയം കുറഞ്ഞു പോയി എന്ന് സഭ അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ഭൗതിക അഭിവൃദ്ധി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആത്മീയ അഭിവൃദ്ധി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഭൗതിക അഭിവൃദ്ധി എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ആധ്യാത്മിക അഭിവൃദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. യോഹന്നാന്റെ 3-ാമത്തെ ലേഖനത്തിൽ അതിന് 2-ാമത്തെ തിരുവചനം, യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 2-ാമത്തെ തിരുവചനം വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: വാത്സല്യ ഭാജനമേ, ഈശോ വിളിക്കുക, അല്ലയോ വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നീ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവാനായിരിക്കട്ടെ എന്നും ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കും. ഒന്നുകൂടെ കേൾക്കാം. വാത്സല്യ വാചനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നീ എല്ലാ കാര്യങ്ങളിലും, ബിസിനസ്സിലും ജോലിയിലും കൃഷിയിലും പഠനത്തിലും സമസ്ത കാര്യങ്ങളും ഐശ്വര്യവാനായിരിക്കട്ടെ എന്നും ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപുസ്തകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയല്ല. കൊളോസസ് ലേഖനത്തിൽ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. കൊളോസസ് ലേഖനത്തിൽ അവിടെ കൊളോസസ് 3:5 വചനം വെളിപ്പെടുത്തുകയാണ്, വിഗ്രഹാരാധന പോലത്തെ ഒരു പാപമാണ് ദ്രവ്യാസക്തി. വിഗ്രഹാരാധന പോലെ ഒരു പാപമാണ് ദ്രവ്യാസക്തി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷന്റെ തുടക്ക ദിവസത്തിൽ ദൈവത്തിൽ നിന്നൊക്കെ നമ്മളെ അടുപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മറ്റൊരു മേഖല, ദൈവത്തിന്റെ അനുഗ്രഹമാണ് സമ്പത്ത്, പക്ഷെ അതേ സമ്പത്ത് തന്നെ ദൈവത്തിൽ അകറ്റുന്നതിന് കാരണമായിട്ട് തീരാം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ. അഞ്ചാമത്തെ കാരണം സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസികളിലെ ദുർമാതൃക മൂലമുള്ള ഉതപ്പ്. വിശ്വാസികളുടെ ദുർമാതൃക മൂലമുള്ള ഉതപ്പ്. ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അച്ഛനും പെട്ടു, സിസ്റ്ററും പെട്ടു, നമ്മളും പെട്ടു, എല്ലാവരും. ആനുകാലിക സംഭവങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി വായിച്ചാൽ കൂടുതൽ നല്ലതാവും. വിശ്വാസികളുടെ ദുർമാതൃക മൂലമുണ്ടാകുന്ന ഉതപ്പ് വരുന്ന തലമുറയ്ക്ക് ദൈവത്തിലേക്ക് വരാൻ തടസ്സമാണെന്ന് സഭാപിതാക്കന്മാർ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് എഴുതി വെച്ചിരിക്കുക. ഉദാഹരണം പറയാം. പണ്ടൊരു ചേട്ടനോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അതായത് നമുക്ക് ആ ചേട്ടൻ്റെ പേര് തോമാ ചേട്ടൻ എന്നൊക്കെ പേര് കൊടുക്കാം. തോമാ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ കാര്യം എന്നറിയാം. അതായത് എൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ രാവിലെ പള്ളിയിൽ പോകും. രാവിലെ പള്ളിയിൽ പോയി ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളാണ്. വൈകുന്നേരം കള്ള് ഷാപ്പിലും പോയി കൂര കുടിയ. അച്ഛൻ എന്നെ കണ്ടുപിടിക്കുക, ഞാൻ പള്ളിയിലും പോകുന്നില്ല, ബാക്കി പറ, ഷാപ്പിലും പോകുന്നില്ല. എത്ര ക്ലിയറാ കണ്ടോ? അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ പഠിപ്പിക്കുക, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് വിശ്വാസി സമൂഹം. അവരുടെ ദുർമാതൃക മൂലമുണ്ടാകുന്ന ഉതപ്പ് അനേകം പേരല്ലേ. ചിലപ്പോൾ ചില യുവജനങ്ങളെ അച്ഛന്മാരെങ്ങനെയല്ലേ, സിസ്റ്റർമാരെങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഈ വലിയ പ്രാർത്ഥന പരിപാടിയായിട്ട് നടക്കുന്ന അവരിവിടെ എങ്ങനെയല്ലേ, പിന്നെ നമ്മളെന്താ പ്രാർത്ഥിക്കാറില്ലേ? ശരിയല്ലേ? കണ്ടോ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതിൻ്റെ ഒരു മറുവശം, ഇപ്പം നമ്മൾ നാട്ടുകാരെ കുറിച്ച് ചിന്തിച്ചാൽ പറഞ്ഞു, നമ്മളെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം ദുർമാർഗ്ഗം കൊടുത്തു ചിന്തിക്കണം. ഇപ്പം എൻ്റെ സെമിനാരക്കാരാണ് ഇവരിയ്ക്കുന്നത്. എൻ്റെ ദുർമാർഗ്ഗം മുഴുവൻ നിങ്ങൾക്ക് അപകടമായി തീരുമെന്ന് ചിന്തിക്കുകയാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം സഭ പഠിപ്പിക്കുകയാണ്, മതവിരുദ്ധ ചിന്താഗതികൾ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു സമയത്ത് പറയാം. ഏഴാമത്തെ കാര്യം സഭ പഠിപ്പിക്കുകയാണ്, പാപിയായ മനുഷ്യന്റെ ഭയം.
അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ ചില പാപങ്ങൾ അങ്ങോട്ട് ചെയ്തു പോയി, ഏതെങ്കിലുമൊക്കെ കാലത്ത് ചില ബലഹീനതകൾ കൊണ്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട്, പാപം എപ്പോഴും പാപമാണെങ്കിലും ന്യായീകരണമൊന്നുമില്ല, പക്ഷെ സംഭവിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പിന്നെ ദൈവം എന്നെ കൈവിട്ടു, ഇനി എന്നെ ദൈവത്തിന് വേണ്ട, ഇനി എനിക്കങ്ങനെ കയറാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള പാപം ചെയ്ത മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്ന ഭയം ദൈവത്തിലേക്ക് വരുന്നതിന് അവൻ്റെ തടസ്സമായി നിൽക്കുന്ന വചനം വെളിപ്പെടുത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 23, 24 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 11 വേഴ്സ് 23 and 24 വചനം വെളിപ്പെടുത്തുകയാണ്. മനുഷ്യന് പാപിയായ മനുഷ്യൻ മടങ്ങി വരേണ്ടതിന് അവൻ്റെ പാപങ്ങളെല്ലാം ദൈവം അവഗണിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അവിടുന്ന് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടുത്തെ എന്തെങ്കിലും സാധ്യമാണല്ലോ, മനുഷ്യനെ പശ്ചാത്തപിക്കേണ്ടതിന് എല്ലാ പാപങ്ങളും അവിടുന്ന് അവഗണിക്കുന്നു. അതിനുശേഷം തുറന്നു കിടക്കുന്ന വചനഭാഗങ്ങളുണ്ട്. അവർ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളെ സൃഷ്ടിക്കുകയില്ല. ദൈവത്തിന് നമ്മുടെ സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളെ സൃഷ്ടിക്കുകയില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കും എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് സമയമായി, അതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു 1/4 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ കേട്ട കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർക്കാം. അതായത് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ഒരു ശാന്തനും വരണമെങ്കിൽ അത് ഈശോയിലേക്ക് വരാതെ വേറെ ഒരു മാർഗവുമില്ല. നിങ്ങൾ ഈശോ ആകണം നമ്മുടെ ആനന്ദ വിഷയം. ബാക്കിയൊന്ന് അത് സ്വർഗത്തിൽ നിന്ന് ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കിട്ടണം. അതാണ് പരിശുദ്ധ അമ്മയുടെ ആനന്ദ വിഷയം ഈശോയാണ്. എസ്തേർ ആനന്ദ വിഷയം ഈശോയാണ്. അപ്പം കർത്താവ് തന്നതിലല്ല, കർത്താവിലാണ് നമ്മുടെ ആനന്ദ വിഷയം. അപ്പം നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കണം, ശരിക്കും കർത്താവാണോ എൻ്റെ ആനന്ദ വിഷയം, അതോ കർത്താവ് തന്നതാണോ എൻ്റെ ആനന്ദ വിഷയം? ഈ ശരിക്കും ഈശോ തരുന്നതാണ് എൻ്റെ ആനന്ദ വിഷയം എന്നുണ്ടെങ്കിൽ ഈ സന്തോഷം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈശോ തരുന്ന ഇച്ചിരി കുറഞ്ഞാൽ നമ്മുടെ സന്തോഷം പോയി, ഈശോ തരുന്ന ഇച്ചിരി കൂടിയോ ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും. അതല്ല, ഈശോ ആകണം ആനന്ദ വിഷയം. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് മനുഷ്യനെ ദൈവം ഇങ്ങനെ ആകർഷിച്ചു, എപ്പോഴും ഈശോ ആകർഷിച്ചുകൊണ്ടിരിക്കുക എല്ലാ മനുഷ്യനെയും. യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, അതായത് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ തിരിച്ചു വരവിന് വേണ്ടി കർത്താവ് അസൂയയോടെ അഭിലഷിക്കുന്നതാണ് യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 4:5 അല്ലെങ്കിൽ 5:4 വചനം വെളിപ്പെടുന്നത്. അസൂയയോടെ അഭിലഷിക്കുക. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഷോർട്ടായിട്ട് കണ്ടത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ ഒരുപാട് തിന്മകൾ കാണുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ചിന്ത. രണ്ടാമത്തേതാണ് എൻ്റെ പ്രിയപ്പെട്ട അതിനെ കാണേണ്ട വിധം നമ്മൾ മനസ്സിലാക്കി. പാപത്തിൻ്റെ തകർച്ചയുണ്ട്, ദൈവം നമ്മളെ സഹനത്തിലൂടെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരണ സ്ഥലമില്ലാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ദൈവത്തിൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് സംഭവിക്കുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. രണ്ടാമത്തെ മതപരമായ അജ്ഞത എന്ന് പറഞ്ഞാൽ വചനങ്ങളോ സഭയുടെ പ്രബോധനക്കാരെ അറിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും കർത്താവിനെ അടുക്കാൻ തടസ്സമായി നിൽക്കും. മൂന്നാമത്തേതാണ് ഈ ലോകത്തിൻ്റെത് ഒരുപാട് തരത്തിലുള്ള വ്യഗ്രതകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഗ്രത ഒഴിഞ്ഞാലേ ജ്ഞാനം നിറയുള്ളൂ എന്ന് പ്രഭാഷകന്റെ പുസ്തകം പഠിപ്പിക്കുക. നാലാമത്തെ ഒരു കാര്യമാണ്, ദൈവം തരുന്ന സമ്പത്ത് തന്നെ ഒരു പക്ഷേ ദൈവത്തിന് അകലുന്നതിന് കാരണമായിട്ട് തീരും. അഞ്ചാമത്തെ കാരണമാണ് വിശ്വാസികളുടെ ദുർമാതൃക മൂലമാണ് ഉറപ്പ്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഓരോ മേഖലകൾ ഓർത്ത് ഈ കൺവെൻഷൻ തുടക്കത്തിൽ തന്നെ, അതായത് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കൂടുതൽ ആകർഷിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് വരരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മതവിരുദ്ധ ചിന്ത. പിന്നെ നമ്മൾ കാണും. ഏഴാമത്തേതാണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പാപത്തിൽ വീണ് തകർന്നു പോയി എന്ന് കരുതുക. നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. കാരണം നമ്മൾ അതിനേക്കാൾ കൂടുതൽ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചിന്തയാണ് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനങ്ങളെല്ലാം വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വിലയിരുത്തി ചിന്തിക്കാം. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടെ ആയിരിക്കും. വചനം കേട്ടിട്ട് അതിനനുസരിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുന്നില്ലെങ്കിൽ വചനം ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ആത്മവഞ്ചകൻ.
എത്രയോ വചനങ്ങൾ നമ്മൾ കേട്ടു, സഭ പഠിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതിനനുസരിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആത്മവഞ്ചകൻ എന്ന ഗണത്തിലേക്ക് വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കൂടെ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. ശരിക്കും ഈശോയാണോ എൻ്റെ ആനന്ദ വിഷയം, അതോ ഈശോ തരുന്നതാണോ എൻ്റെ ആനന്ദ വിഷയം? അങ്ങനെയാണെങ്കിൽ ഈശോ തന്നതെല്ലാം എടുത്ത് മാറ്റിയാലും സമ്പത്ത് നഷ്ടപ്പെടാം, ജോലി നഷ്ടപ്പെടാം, കൃഷിയിൽ നാശം ഉണ്ടാകാം, ഇതൊക്കെ വരാം. എന്നാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആനന്ദം നഷ്ടപ്പെടുകയല്ല, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയല്ല. ശരിക്കും ഈശോയാണ് ആനന്ദമൊക്കെ. അതിനെ തടസ്സപ്പെടുത്തുന്ന ജീവിത വ്യഗ്രതകൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും വ്യഗ്രത, ജോലി കാര്യങ്ങൾ, സമ്പത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തുള്ള ഒരുപാട് തരത്തിലുള്ള ഓട്ടം, മതവിരുദ്ധ ചിന്താഗതികൾ, പലപ്പോഴും പല ദുർമാതൃകകൾ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിനെ അപേക്ഷിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരുമ്പോൾ ഇതുപോലെയുള്ള ചങ്ങലകളും ബന്ധനങ്ങളും അഴിയും. ആത്മാവെ, പരിശുദ്ധാത്മാവെ, അടിയങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് മനുഷ്യർ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ പറയുന്നൊരു കാര്യം ഓർക്കുക. അച്ഛാ, വേറൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ, അതിലൊരു കൃപ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കതാണ് ആവശ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ആത്മാവിൻ്റെ ബന്ധനങ്ങളും ചങ്ങലകളും എല്ലാം അഴിയട്ടെ. കർത്താവിനെങ്കിലേക്ക് നമ്മൾ അടുക്കാൻ തടസ്സമായി നിൽക്കുന്ന 7 കാര്യങ്ങളുടെ സഭ മുൻകൂട്ടി കണ്ട് പറയുക. അതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറി ഈശോ നമ്മുടെ ജീവിതത്തിന് ആനന്ദം, പരിശുദ്ധ അമ്മയെ പോലെ ആകണം. കരങ്ങൾ ഉയർത്തി എത്രമാത്രം ആഗ്രഹം ഹൃദയത്തിലുണ്ടോ അത്ര ഉച്ചത്തിൽ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളെ നിറയണമേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.